അപ്പോൾ ടീനേജിലേക്ക് കിടന്ന കുട്ടികളെ പ്രത്യേകമായി പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോണത് കേട്ടോ. 10 കാര്യമാണ് പറയാൻ പോണത്. അതിന് മുമ്പ് ടീനേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി പറയും 10 മുതൽ 19 വയസ്സ് വരെയെന്ന്. പക്ഷേ ഇപ്പോൾ 9, 8 ബാധകമാണ്. കാരണം പിള്ളേർക്ക് വയസ്സിനും കൂടുതൽ മെച്യൂരിറ്റിയൊക്കെ പല പിള്ളേരിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പേരൻസ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ഒരു ടീനേജ് അല്ലെങ്കിൽ കൗമാരപ്രായമായാൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ അവർക്ക് ഉണ്ടാവും, ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് പേരൻസ് പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, കരച്ചിൽ, അതാണ് ആദ്യത്തെ കാര്യം. കരയുന്നത് ഒഴിവാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ വിഷമം വന്നാൽ കരയാം, അത് സ്വാഭാവികമാണ്. അതല്ലാതെയുള്ള കുറേ കരച്ചിലുകളൊക്കെ ഇല്ലേ, നമുക്കറിയാലോ. വാശി പിടിച്ചിട്ടും പല കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ളൊരു കരച്ചിലൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടനും പിടിച്ചനൊക്കെ അറിയുക, ആകെ പരിപാടികൾ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, സൊല്യൂഷൻസിലേക്ക് ഫോക്കസ് ചെയ്യാൻ കുട്ടിയെ പഠിപ്പിച്ചു തുടങ്ങാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ അതിനെ തരണം ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ അത് സോൾവ് ചെയ്യാം. രണ്ടാമത് പഠിപ്പിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആവാൻ പഠിപ്പിക്കണം. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് അവനവൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത്, പല്ല് തേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്ന വരെയുള്ള അവനവൻ്റെ കാര്യങ്ങൾ, ആ കുട്ടിയുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക, പറയുക, മനസ്സിലാക്കിയിട്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആവും. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇപ്പോഴും പാരൻസ് പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പാരൻസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അവർക്കൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല, അവർ ഡെവലപ്പ് ആവില്ല. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ നമ്മൾ രണ്ടാമത്തെ കാര്യം പഠിപ്പിക്കണം. ഓക്കെ, തേർഡ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അതായത് അവനവൻ്റെ സാധനങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലെ പല സാധനങ്ങളും വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ലേ, അത് ആ പ്രോപ്പർ പ്ലേസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ സ്കില്ല്, ഓർഗനൈസിങ് സ്കില്ല് അവർക്ക് വരും. പിന്നെ സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് വെക്കണം, വൃത്തിയായി വെക്കണം, മടക്കി ചുറ്റോട് കൂടി വെക്കണം. ബെഡാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അല്ലെ പുതപ്പൊക്കെ മടക്കി വെച്ച് സെറ്റാക്കി ഇടണം. ആ ഒരു സ്കില്ല് എന്ത് ചെയ്യുക, ടീനേജിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതൊരു സ്കില്ലാണ്, മൂന്നാമത്തെ കാര്യമാണ്. ഓക്കെ, നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് പഠിപ്പിക്കണം. അതെങ്ങനെയെന്നുള്ളത് ഞാനൊന്ന് എളുപ്പമായിട്ട് പറഞ്ഞു തരികയാണ്. അതായത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മോശമായിട്ടുള്ള വാക്കുകളോ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളോ ഉപയോഗിക്കാതിരിക്കാൻ പഠിപ്പിക്കാം ടീനേജിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നത് ചീത്ത വാക്കുകൾ വിളിക്കുക, തെറി വിളിക്കുക, ബുള്ളിങ് ചെയ്യുക, ബോഡി ഷെയ്മിങ് ചെയ്യുക, കുറ്റപ്പേരുകൾ വിളിക്കുക. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ എന്ത് ചെയ്യാം, കൗമാരപ്രായത്തിൽ തന്നെ പാരൻസിനും പറഞ്ഞു കൊടുക്കാം. ബി ആൻ എക്സാമ്പിൾ എന്നും കൂടെ ഞാൻ പറയും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ടീനേജിൽ തന്നെ അവരെ പഠിപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടും. നമ്മൾ പൂർണ്ണമായിട്ട് കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റേക്സൊക്കെ ആർക്കും പറ്റും അല്ലേ, അബദ്ധങ്ങൾ ആർക്കും പറ്റും. അതിപ്പോൾ എത്ര വലുതായാലും പറ്റും. ആ പറ്റുന്ന കാര്യങ്ങൾ, മിസ്റ്റേക്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, സോറി പറയാൻ പഠിപ്പിക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീനേജിൽ തന്നെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊരു കൾച്ചറായിട്ട് മാറും. ഓക്കെ, ഗ്രാജുവലി അവരാണെങ്കിലും എന്ത് ചെയ്യും, നെക്സ്റ്റ് ജനറേഷനെ ആ ടീനേജിൽ തന്നെ ഈ വക കാര്യങ്ങൾ പഠിപ്പിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു സ്കില്ലാണത്. അങ്ങനെ ഏറ്റെടുത്താലാണ് ലീഡേഴ്സ് ആവാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അപ്പോൾ റെസ്പോൺസിബിൾ ആവാനും കൂടെ നമ്മൾ ടീനേജിൽ പഠിപ്പിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മാനേഴ്സ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ എളുപ്പത്തിൽ എങ്ങനെയാണ് പറയണമെന്ന് വെച്ചാൽ, ഒരാളെ കണ്ടാൽ ഗ്രീറ്റ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കേണ്ട രീതി. അതായത് ഇപ്പോൾ തന്നെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാവണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ തന്നെ പരിചയപ്പെടുകയാണെങ്കിൽ സ്ട്രേഞ്ചേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, കൈൻഡായിട്ട് സംസാരിക്കാം, കൈൻഡായിട്ട് ഡീൽ ചെയ്യാം അല്ലേ, ഹാർഷ് ആവാതെ നമുക്ക് നോക്കാം. അടുപ്പുള്ളവരാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാനൊക്കെ നമ്മൾ ഒരു മാനേഴ്സ് പഠിപ്പിക്കാം. ഓക്കെ, അതും ടീനേജിൽ പഠിപ്പിക്കാൻ പറ്റും. ആ കൗമാര പ്രായത്തിൽ പഠിപ്പിച്ചാൽ അത് കാലാകാലം അത് നിലനിൽക്കും. ഓക്കെ, പക്ഷേ പല പേരൻസും എന്ത് ചെയ്യുന്നില്ല, ഇതിനൊന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹെൽപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് പഠിപ്പിക്കണം. അതായത് ഇപ്പോൾ വീട്ടിൽ പാരൻസ് എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ എൽഡേഴ്സ് ഉണ്ടാവും അല്ലേ, ഗ്രാൻഡ് പാരൻസ് ആയിരിക്കാം. അവരെ സ്ഥലം കിട്ടുമ്പോഴൊക്കെ, നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുക, സഹായിപ്പിക്കുക. ചെറിയ ചെറിയ ജോലികളായിക്കോട്ടെ, ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ പാരൻസിനും വീട്ടിലുള്ളവർക്കും ചെയ്ത് എന്ത് ചെയ്യും, ആ ഒരു ഷെയറിങ് സ്കില്ല് വരും, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വീട്ടിൽ നിന്ന് തന്നെ വരും. ഇതൊന്നും സ്കൂളുകാരുടെ തലയിലല്ല, ഇതെല്ലാം വീട്ടിൽ നിന്ന് തന്നെ കൗമാരപ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എട്ടാമത്തെ കാര്യമാണ് ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഹോണസ്റ്റ് ആവാൻ പഠിപ്പിക്കണം. അതായത് ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നാൽ, ഇപ്പോൾ കുട്ടികളാണ്, പലതരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും, ഒരുപാട് ഡിസ്ട്രാക്ഷൻസും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മിണ്ടാതിരിക്കാൻ പഠിപ്പിക്കരുത്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യുക, സംസാരിക്കാൻ അല്ലെങ്കിൽ ചോദിക്കാൻ അവരെ തയ്യാറാക്കണം. അതും ചെയ്യേണ്ടത് കൗമാരപ്രായത്തിൽ തന്നെയാണ്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ചെയ്യൂലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് സംസാരിക്കും,
എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയും. കാരണം കിഡ്സാണ്, അവർ ഭയങ്കര ഇന്നസെൻ്റാണ്. പക്ഷേ ടീനേജിലാകുമ്പോൾ അറിയാലോ, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും പല സന്ദർഭങ്ങളിലും. അപ്പോൾ എന്ത് ചെയ്യുക, അതിനാണ് ക്വാളിറ്റി സമയം നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, അവർ ചോദിച്ചോളും. ചോദിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അവരെ ജീവിതത്തിൽ എന്ത് വന്നാലും, കൺഫ്യൂഷൻസ് വന്നാലും സ്ട്രെസ്സ് വന്നാലും സംസാരിക്കാനും കൂടെ നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു സെൽഫ് എസ്റ്റീം വരും. അതിൻ്റെ കൂടെ തന്നെ ആൾക്കാർ സപ്പോർട്ടിങ് സിസ്റ്റം, അച്ഛനും അമ്മയുണ്ട്, വീട്ടുകാരുണ്ട് എന്നുള്ളൊരു ബോധം കൂടി അവർക്ക് ഒബ്വിയസ്ലി വരും. ഓക്കെ, 9ാമത്തത് പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം പറയണം. ഇമോഷൻസ് അവരെ കൺട്രോൾ ചെയ്യാതിരിക്കാൻ പഠിപ്പിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ചെയ്യുന്നത്, ദേഷ്യം വരും അല്ലേ പെട്ടെന്ന്, അല്ലെങ്കിൽ വിഷമം വരും. എന്നിട്ട് ആ ഇമോഷനിൽ അവർ ഡിസിഷൻസ് എടുക്കും, പ്രവർത്തികൾ ചെയ്യും. അത് വലിയൊരു വിഷമത്തിലേക്ക് വരെ എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇമോഷൻസ് എല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളത് ടീനേജിൽ പഠിപ്പിക്കണം. അവരോട് പറയണം വിഷമം വരും, ദേഷ്യം വരും, പക്ഷേ അതൊന്നും നമ്മുടെ തീരുമാനങ്ങളെയോ പ്രവർത്തികളെയോ സംസാരത്തെയോ ബാധിക്കരുതെന്നുള്ളത് അവരെ പഠിപ്പിക്കണം. ഓക്കെ, 10ാമത്തെ കാര്യം, ഓരോ ദിവസവും പറ്റുമെങ്കിൽ ഒരു ചെറിയ കാര്യം പുതിയതായിട്ട് പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കണം, സഹായിക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വളരെ ചെറിയ കുട്ടികൾ തന്നെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് ലാംഗ്വേജസ് സംസാരിക്കുന്നു, ഒരുപാട് കണക്കുകൾ കൂട്ടുന്നു. ഈ സ്കില്ലുകളൊക്കെ ഈ കൗമാരപ്രായത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യുക, ഈ ഒരു ശീലം പഠിപ്പിച്ചാൽ മതി. ഓരോ ദിവസവും പുതിയ എന്തെങ്കിലും അറിവ്, ചെറുതായിക്കോട്ടെ, പക്ഷേ പുതിയതായിട്ട് ഓരോ കാര്യം പഠിപ്പിക്കാൻ നമ്മൾ ടീനേജിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ അവർ വളർന്ന് ഒരു 18 വയസ്സാകുമ്പോഴേക്കും തന്നെ അവർക്ക് ഒരുപാട് നോളജ് കിട്ടും, ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും, ഒരു സോഷ്യൽ മെച്യൂരിറ്റിയും കൂടി അവർക്ക് വരും. ഓക്കെ, തൽക്കാലം ഇതിൽ ഒതുക്കുവാണ്. ഇതൊന്നും പോരാന്ന് എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം. പക്ഷേ ടീനേജിൽ ഇതൊക്കെ കൊണ്ടുപോയി നോക്കൂ. നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സ് അവർക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബൈ.